ഒരു ഡോക്ടർ കുട്ടിക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുന്ന പോലെ ഇഞ്ചക്ഷൻ വേദനയാണ്. പക്ഷേ വരാൻ പോകുന്നതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് സാധ്യതയുള്ള ചില അസുഖങ്ങൾക്കുള്ള പ്രൊട്ടക്ഷനാണിത്. വേദനയാണ്, പക്ഷേ വേദനയിൽ ഹുവ മൗലാന, അള്ളാഹു നമ്മുടെ സംരക്ഷകനല്ലയോ? അവൻ തരുന്ന വേദനക്ക് മധുരമുണ്ട്. ഒരു കുഞ്ഞൊരു ഉമ്മാക്കും ഉപ്പാക്കും മരണപ്പെടുകയാണെങ്കിൽ ഫഹ്തസബാ, അവ രണ്ടുപേരും അല്ലാഹുവേ നിന്റെ ഒരു പരീക്ഷണം സംഭവിച്ചു റബ്ബേ, ആ പരീക്ഷണത്തിൽ ഞങ്ങൾ നിന്നിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കുന്നുണ്ട് റബ്ബേ എന്ന് പറയുകയും വഹമിദ, അള്ളാഹുവിന്റെ തീരുമാനത്തിൽ മനസ്സിന് വെറുപ്പില്ല എന്ന് അള്ളാഹുവിനെ ബോധിപ്പിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് ഉമ്മയും ഉപ്പയും പറയുക കൂടി ചെയ്താൽ അള്ളാഹു തആല സ്വർഗ്ഗലോകത്ത് ബൈത്തുൽ ഹംദ്, സ്തുതി പറഞ്ഞതിന് കിട്ടുന്ന വീട് എന്ന് പറയുന്ന വലിയൊരു കൊട്ടാരം, കുഞ്ഞുങ്ങൾ മരിച്ചുപോയതിൽ നൊമ്പരപ്പെടുന്ന ഉമ്മമാർ അള്ളാഹുവിന്റെ ഖലായിൽ മനസ്സുകൊണ്ട് സമർപ്പിതമാവുകയും അള്ളാഹുവിനോട് അൽഹംദുലില്ലാ റബ്ബേ നീ ചെയ്തത് ഖൈറ് തന്നെയാണ് അള്ളാഹുവേ, ഞങ്ങൾക്ക് വേദനയുണ്ട്, വിഷമമുണ്ട്, എന്നാൽ നീ ചെയ്തത് ഖൈറാണ് എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ബോധിപ്പിക്കേണ്ട നേരമാണത്. അത് ചെയ്യുന്നവർക്ക് ബൈത്തുൽ ഹംദ് എന്ന കൊട്ടാര വീട് അല്ലാഹു നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൃദ്ധയായൊരു ഉമ്മ തഫൂറു ബിൽ ഹുമ്മാ, ആ ഉമ്മാക്ക് ശക്തമായ പനിയാണ്. പനി പിടിച്ച ആ ഉമ്മ പനിയെക്കുറിച്ച് ഇങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉമ്മയുടെ അരികത്തുകൂടെ കടന്നു പോകുമ്പോ പറഞ്ഞു, ഉമ്മാ നിങ്ങൾ പനിയെ കുറ്റം പറയില്ലിൻ, ലാ തൽഅനീ, പനിയെക്കുറിച്ച് ശാപവാക്ക് പറയില്ലിൻ, പനി ക്ഷീണമാണ്, പനി ബുദ്ധിമുട്ടാണ്. അള്ളാഹു നമ്മുടെ രോഗികൾക്കൊക്കെ എല്ലാവർക്കും അള്ളാഹു ശിഫ നൽകട്ടെ. പുണ്യനബി വഫാത്തായത് പനി ബാധിച്ചുകൊണ്ടാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശിഫ അള്ളാഹു നൽകട്ടെ. ഉമ്മ നിങ്ങൾ പനിയെക്കുറിച്ച് ഇങ്ങനെ പരാതിപ്പെടലിൻ ഫഇന്നൽ ഹുമ്മാ, തീർച്ചയായും പനി എന്ന് പറയുന്നത് മനുഷ്യരുടെ തെറ്റുകുറ്റങ്ങളെ പൊറുപ്പിച്ചു കളയുന്ന പ്രായശ്ചിത്തമാണ് ഉമ്മ. അള്ളാഹു നിങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ, നിങ്ങൾ പോലും മറന്നുപോയത്, നിങ്ങൾക്ക് ഓർമ്മയില്ലാത്തത് പടച്ചതമ്പുരാൻ നിങ്ങൾക്ക് പുറത്തു തരും. ഒരു ജലദോഷം കൊണ്ട്, ഒരു പനി കൊണ്ട്, ഒരു പക്ഷെ നമുക്കൊന്നും ആ ചെയ്തു പോയ തെറ്റിൽ നിന്ന് ഓർത്ത് അള്ളാഹുവേ ആ തെറ്റെനിക്ക് പുറത്തു തരണേ, ഈ തെറ്റ് പുറത്തു തരണേ, ഞാൻ ആ പറഞ്ഞത്, ആ നോക്കിയത്, ഞാൻ ഇങ്ങനെ ഒരാളെ കുറിച്ച് പറഞ്ഞത്, അല്ലെങ്കിൽ ആ സ്ഥലത്ത് ഞാൻ ഇങ്ങനെ ചെയ്തു പോയത്, ഇതൊന്നും ഓർക്കാൻ നമുക്ക് കഴിഞ്ഞോളുന്നില്ല. അതിനല്ലാഹു നമുക്ക് പകരം എന്ത് ചെയ്യുന്നറിയോ? ഒരു തൊണ്ടവേദന, ഒരസുഖം, ഒരു പനി, ഒരു വയറിളക്കം, ഒരു ബാക്ക് പെയിന്, ഒരു മുട്ടുകാലിന് വേദന. ഈ വേദന നമ്മൾ അനുഭവിക്കുന്നതോടുകൂടെ അള്ളാഹു നമ്മൾ ആ ചെയ്ത തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരാണ്. അപ്പോ ആ പനി ബാധിച്ചത് ഖൈറാണോ അല്ലയോ? ഖൈറല്ലേ. ലാ യുസീബുൽ മുഅ്മിന മിൻ ഹമ്മിൻ വലാ ഗമ്മിൻ വലാ നസബിൻ വലാ വസബിൻ ഹത്ത ശൗകത യുശാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ ഖതായാ. നിങ്ങളുടെ മനസ്സിന് ഒരു വേദന ഉണ്ടായാൽ, ഒരു സങ്കടമുണ്ടായാൽ, നമുക്ക് എത്ര സങ്കടമുള്ള വിഷയങ്ങളുണ്ടാവും, എത്ര വേദനയുള്ള വിഷയങ്ങളുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ, എത്ര വിഷമിക്കുന്ന കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ മഹലിന്റെ വിഷയങ്ങളാവാം, നമ്മുടെ സംഘടനാ വിഷയങ്ങളിലുള്ള വേദനയാവാം, രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചാവാം, ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ നോർത്ത് ഇന്ത്യയിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് അനുഭവിക്കുന്ന വേദന കണ്ടുകൊണ്ടാകാം, പലതും കണ്ടുകൊണ്ടാകാം, പലതും വീട്ടിലെ സ്വന്തം വീടിനുള്ളിലെ വിഷയങ്ങളാവാം, ഭാര്യയ്ക്ക് വിഷമായത്, മക്കൾക്ക് വിഷമായത്, മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടായത്, ഇതൊക്കെ നമ്മൾ വിഷമിക്കല്ലേ. ഓരോ മനസ്സിന്റെ വേദനയും അല്ലാഹു അറിയുന്നുണ്ട്. ആ ഓരോ വേദനക്ക് പകരവും അല്ലാഹു നിങ്ങളുടെ തെറ്റുകളെ റബ്ബ് ഒരു ഉണങ്ങിയ വൃക്ഷത്തിന്റെ ഇല പൊഴിഞ്ഞു പോകുന്ന പോലെ നിങ്ങളുടെ തെറ്റുകളെ അല്ലാഹു പൊറുപ്പിച്ചു കളയുന്നുണ്ട്. സങ്കടം കൊണ്ട്, ദുഃഖം കൊണ്ട്, പനി കൊണ്ട്, വലാ നസബിൻ വലാ വസബിൻ, വേദന, ക്ഷീണം, ടയർഡാവുക എന്ന് പറയില്ലേ, നമ്മൾ അങ്ങനെ ടയർഡാവും, ചിലപ്പോൾ എണീറ്റ് നിൽക്കാൻ പറ്റൂല. എന്ത് ടെൻഷനും ക്ഷീണവും ഉണ്ടെങ്കിലും പിന്നെ പറഞ്ഞു മുള്ളു കുത്തിയാലേ, ഒരു മുള്ളു കാലിൽ കുത്തി, അത് കുപ്പിച്ചില്ലായിക്കോട്ടെ, വേറെന്തെങ്കിലും ആയിക്കോട്ടെ, ഒരാളുടെ കൈ കൊണ്ട് കുത്തിയതായിക്കോട്ടെ, എന്ത് വേദനയുണ്ടോ അതിനൊക്കെ അല്ലാഹ് തെറ്റുകൾ ഇങ്ങനെ ഓർത്തിരുന്നു. യാ അല്ലാഹ്,
അതുകൊണ്ടാണ് മുഅ്മിനിന്റെ ജീവിതം അത്ഭുതമാണ്, ഇത് മുഅ്മിനിന് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കുമില്ല എന്ന് നബി തങ്ങൾ പറയാൻ കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുൽ ലൻ യുസീബനാ, നബിയെ പഠിപ്പിക്കണേ, നിങ്ങൾ ഓരോരുത്തരും മനസ്സിനോട് ചേർത്ത് വെച്ച് പറയണം, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു എനിക്ക് കണക്കാക്കിയത്, എൻ്റെ ജീവിതത്തിന് അല്ലാഹു നിശ്ചയിച്ചത്, ആ നിശ്ചയിച്ചത് മാത്രമേ എന്നിൽ സംഭവിക്കുന്നുള്ളൂ. ചില വിവാഹം പ്രയാസമായിരിക്കും, അത് അല്ലാഹുവിൻ്റെ ഒരു ഖളാ ആയിരിക്കും. ചില വീടുകളിൽ മരുക്കളും അമ്മായിമ്മമാരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, മക്കളും വാപ്പയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, ജ്യേഷ്ഠാനുജന്മാരും പ്രശ്നങ്ങൾ ഉണ്ടാകാം. നമ്മൾ ആരും ഉണ്ടാക്കി വെച്ചതല്ല, പക്ഷെ അങ്ങനെ ആയിത്തീർന്നു കാര്യങ്ങൾ. അള്ളാഹുവെ, വലിയൊരു പരീക്ഷണമാണ് റബ്ബേ, നീ അത് നീക്കിത്തരേണമേ. അള്ളാഹിനോട് ദുആ ചെയ്യണം, പക്ഷെ അതൊരു മുസീബത്താണ്, അള്ളാഹു തന്നൊരു മുസീബത്താണ്, അതിൽ ഖൈറുണ്ടാകും. ഖുൽ ലൻ യുസീബനാ, പറയുക നബിയേ, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അള്ളാഹു നമുക്ക് എന്താണോ നിശ്ചയിച്ചു വെച്ചത് അത് മാത്രമേ നമുക്ക് സംഭവിക്കുകയുള്ളൂ, നമുക്ക് മേൽ സംഭവിക്കുകയുള്ളൂ. ഹുവ മൗലാനാ, അള്ളാഹു നമ്മുടെ സംരക്ഷകനല്ലയോ. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, അള്ളാഹുവിനെയാണ് മുഅ്മിനീങ്ങൾ കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത്. മുഅ്മിനീങ്ങൾ കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത് ആരെയാണ്? അള്ളാഹുവിനെയാണ്. ഗൾഫിലുള്ള മൂത്ത മോനല്ല, അല്ലെ അങ്ങാടിയിലുള്ള പീടി റൂമിന്റെ മേൽക്കല്ല തവക്കുലാക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ വരുമാനമോ 5 സെന്റ് ഭൂമിയോ അല്ല നമ്മൾ തവക്കുലാക്കേണ്ടത്, നമ്മുടെ കയ്യിലുള്ള കാശിലേക്കല്ല തവക്കുലാക്കേണ്ടത്. അല്ലാഹുവില്ലേ പടച്ച തമ്പുരാൻ ഒരു വഴി കണ്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് അല്ലാഹു വഴി കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ, അവരുടെ വിഷയങ്ങൾ റബ്ബ് ഇടപെടുന്നുണ്ടല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. ഇത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണേ നബിയെ, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണേ എന്ന് അഷ്റഫുൽ ഖൽഖിനോട് പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇബ്രാഹിം എന്ന് പറയുന്ന മോനുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ സംഭവമുണ്ട്. അബൂ സൈഫുൽ ഖയ്യിം എന്ന് പറയുന്ന, അബൂ സൈഫ് എന്ന് പറയുന്ന ഒരു സ്വഹാബിയുടെ ഭാര്യയാണ് ആ കുഞ്ഞിന് മുലപ്പാൽ കൊടുത്തിരുന്നത്. ഇബ്രാഹിം എന്ന കുഞ്ഞ് 2 വയസ്സിൽ താഴെ പ്രായമുള്ളപ്പോൾ വഫാത്തായ മറിയത്തുൽ ഖിബ്തിയ്യ എന്ന അഷ്റഫുൽ ഖൽഖിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾക്ക് ഇണയായി നൽകിയ അടിമ സ്ത്രീയായിരുന്ന മറിയ ബീവിയിൽ നിന്ന് നബി തങ്ങൾക്ക് അല്ലാഹു നൽകിയ മോൻ ഇബ്രാഹിം അലൈഹിസ്സലാം. ആ കുട്ടിയെ പറ്റി അലൈഹിസ്സലാം എന്ന് പറയാം. ഇബ്രാഹിം അലൈഹിസ്സലാം, വലിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ട്. ഇത് ഹബീബിന്റെ മോൻ ഇബ്രാഹിം അലൈഹിസ്സലാം. തങ്ങളുടെ അഹ്ലു ബൈത്തിനെ പറ്റി അലൈഹിസ്സലാം എന്ന് പറയാം എന്നാണ്. അലി തങ്ങളെ കുറിച്ച് അലി റളിയല്ലാഹു അൻഹു കറമല്ലാഹു വജ്ഹ എന്ന് പറയുന്ന പോലെ തന്നെ അലൈഹിസ്സലാം എന്ന് പറയുന്നവരുമുണ്ട്. ഫാത്തിമ ബീവിയെ കുറിച്ച് അലൈഹസ്സലാം റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞാൽ മതി, അലൈഹസ്സലാം എന്നും പറയാം. തങ്ങളുടെ മക്കളെക്കുറിച്ച് അവരുടെ കുടുംബത്തെക്കുറിച്ച് അങ്ങനെ ചെല്ലാൻ പറ്റുമെന്നാണ് പണ്ഡിത മതം. ഏതായിരുന്നാലും അലി റളി മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ പൊന്നുമോൻ ഇബ്രാഹിം അലൈഹിസ്സലാം ആ ഒരു കൊച്ചുകുട്ടിയാണ്. 2 വയസ്സിൽ താഴെ പാല് കുടിക്കുന്ന പ്രായത്ത് മരണപ്പെട്ടു പോയ കുഞ്ഞാണത്. അബൂ സൈഫ് അൽ ഖയ്യിം എന്ന് പറയുന്ന നബി തങ്ങളുടെ സ്വഹാബിയുടെ ഭാര്യ, അവരുടെ ഭാര്യയാണ് ഉമ്മു സൈഫ് ബീവിയാണ് ആ കുട്ടിക്ക് പാല് കൊടുത്തിരുന്നത്. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. കോടനാട് നിന്ന് നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് റൗളയിലിരിക്കുന്ന ഹബീബിന് അള്ളാഹുവിൻ്റെ മലക്കുകൾ എത്തിച്ചു കൊടുക്കുന്ന, ചൊല്ലുന്ന ആളുടെ പേരും അവരുടെ വാപ്പാൻ്റെ പേരും തറവാടുമടക്കം അള്ളാഹുവിൻ്റെ മലക്കുകൾ ഡാറ്റകൾ ഹബീബിന് കൈമാറുമെന്ന ഹദീസിലുണ്ട്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ആമീൻ. അല്ലാഹു ഹബീബിൻ്റെ കൂടെ സ്വർഗത്തിൽ കടക്കാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണേ റബ്ബേ. ഈ സ്വലാത്തുകൾ അതിനൊരു നിമിത്തമാക്കണേ പടച്ചവനെ. നമ്മുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് ചെയ്യണേ റബ്ബേ. ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. ഹബീബിന്റെ പിഞ്ചുമോൻ
ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന് പറയുന്ന പിഞ്ചുമോൻ മരണത്തിന്റെ അവസാന വെപ്രാളത്തിൽ നിൽക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആളുകൾ വന്ന് പറഞ്ഞു, നബിയേ ഇന്നബ്നക യഹ്തദിറു, അങ്ങയുടെ മോന് മരണം വന്നിരിക്കുന്നു നബിയേ എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബികൾക്കിടയിൽ നിന്ന് പുണ്യനബി ഓടുകയാണ്, കുഞ്ഞിനെ കാണാൻ വേണ്ടി പോവുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ കുഞ്ഞിനെ കാണാൻ വേണ്ടി ചെല്ലുന്നു. പുണ്യ നബി തങ്ങൾ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോ അബൂ സൈഫ് റളിയല്ലാഹു അൻഹു ഒരു കൊല്ലപ്പണിക്കാരനായിരുന്നു. കൊല്ലൻ എന്ന് പറഞ്ഞപ്പോ അങ്ങനെ പറയാറില്ല അല്ലെ, ഇരുമ്പിന്റെ പണി, ഉലയിൽ തീ വെച്ചിട്ട് അല്ലേ, ഉല എന്നല്ലേ പറയാ, കരുവാൻ ചെയ്യുന്ന ആളെ പേരാണ് കരുവാൻ. ഒരു കരുവാനായിരുന്നു അബൂ സൈഫ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ശരിയാണോ? നമ്മളവിടെ കരുവാൻ കല്ല് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കൊണ്ടോട്ടിയിലെ, കരുവാൻ്റെ ഒരു കല്ലുണ്ടായിരിക്കും ചിലപ്പോൾ എന്നാ അവിടെ അല്ലേ, അതുകൊണ്ട് വന്നതാണോ എന്നറിയില്ല. അപ്പോൾ കരുവാൻ പുതിയ ഇൽമാണല്ലോ, അങ്ങനെ ഒരു പേരില്ലത്. നമ്മുടെ നാട്ടിലൊക്കെ കൊല്ലൻ എന്ന് പറയാറുണ്ട്, കൊല്ലപ്പണി കൊല്ലൻ അങ്ങനെ പറയാറുണ്ട്. ബ്ലാക്ക് സ്മിത്ത്സ്, ഇരുമ്പിൻ്റെ പണി എടുക്കുന്ന. അപ്പോൾ നബി തങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അബൂ സൈഫ് തങ്ങളോട് ആളുകൾ പറഞ്ഞു, അബൂ സൈഫേ തങ്ങൾ വരുന്നുണ്ട് നിന്റെ വീട്ടിലേക്ക്. അന്നൊക്കെ കുഞ്ഞുങ്ങളെ മുലയൂട്ടാൻ വേണ്ടി മറ്റു വീടുകളിലേക്ക് കൊടുത്തയക്കുന്ന ഒരു സംവിധാനമുണ്ട്. അബൂ സൈഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ആ പുകയൊക്കെ ഒന്ന് മൂടിയിട്ട് തങ്ങൾ വരുമ്പോൾ അവിടെ ഒന്നും പുക ഉണ്ടാവാൻ പാടില്ലല്ലോ, ഒന്ന് വൃത്തിയാക്കണേ. സുബ്ഹാനല്ലാഹ്. നമ്മളുണ്ടല്ലോ അങ്ങനെ ഒരു സയ്യിദ് വരികയാണ്, പരിപാടിയിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ അവിടെ ഒന്ന് വിഷമൊന്നും ഉണ്ടാവരുത്, അവിടെ ഒരു നാറ്റൊന്നും ഉണ്ടാവരുത്, അവിടെ വൃത്തിയാവണം, ക്ലിയർ ചെയ്യണം വഴി എന്നൊക്കെ ചെയ്യുന്ന പോലെ സുഹാബിമാര് പറഞ്ഞു കൊടുത്തു, അബൂ സൈഫേ തങ്ങൾ വരുന്നുണ്ട്, അതുകൊണ്ട് നിന്റെ വീട്ടിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്റെ ആ ഉലയിൽ നിന്ന് വരുന്ന പുകപടലങ്ങളൊന്നും ഹബീബിന്റെ ദേഹത്ത് ആവരുത്. അതൊരു അന്തസ്സല്ലേ, അതൊരു ബഹുമാനമല്ലേ, നീ റെഡിയായിക്കോ, തങ്ങൾ ഇപ്പൊ വരും. അപ്പൊ അദ്ദേഹം ഉലയൊക്കെ അടച്ചു പിടിച്ച് ആ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി പുകയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുക. കുഞ്ഞാണെങ്കിലോ ഉമ്മു സൈഫ് റളിയല്ലാഹു അൻഹയുടെ കയ്യിലാണ് കിടക്കുന്നത്. തങ്ങളുടെ മോൻ മാരിയ ബീവിയുടെ മോൻ ഇബ്രാഹിം അലൈഹിസ്സലാം പിഞ്ചുമോൻ, 1 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് കടന്നു വന്നു. ഖാലൂ ലി അബി സൈഫ് അർ-റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാദിമുൻ, നബി തങ്ങൾ വരുന്നുണ്ട്, അതുകൊണ്ട് നിന്റെ ആ ഉലയൊക്കെ ഒന്ന് ഊതിക്കെടുത്തണേ. ഹത്താ യസൂലദ് ദുഖാൻ, ആ പുകയൊക്കെ അവിടെ നിന്ന് ഇല്ലാതെയാവട്ടെ, പുണ്യ നബി വരുമ്പോ വിഷമങ്ങൾ ഉണ്ടാവരുത്. ഹബീബായ തങ്ങൾ വരുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആർക്കാണെങ്കിലും കുഞ്ഞെന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവന്റെ ജീവനാണ്. വാപ്പ പറയും എന്റെ മോനാണ്, ഉമ്മയും പറയും എന്റെ മോനാണ്. പക്ഷെ ഉമ്മ അനുഭവിച്ച ലക്ഷത്തിൽ ഒരു വിഷമം വാപ്പ അറിഞ്ഞിട്ടില്ലല്ലോ ഒരു കുഞ്ഞിന്റെ ജന്മത്തിൽ. അറിഞ്ഞോ? ഇല്ല. കുഞ്ഞിന്റെ ജന്മത്തിന്റെ സബബ് അവിടെ നടന്നു, കാരണം നടന്നു. രണ്ടുപേരും കുളി നിർബന്ധമായി കുളിച്ചു. ആ സെക്കൻഡ് മുതൽ വാപ്പ പിന്നൊന്നും അറിഞ്ഞില്ല. വാപ്പക്ക് അല്ലാഹു ഒരു മുച്ചാച്ച നൽകിയത്, ഒരു ആനന്ദമാണ് നൽകിയത്. പക്ഷെ അവിടെ മുതൽ ഒരു ഉമ്മയുടെ വയറ്റിൽ ആ കുഞ്ഞ് ജന്മെടുക്കുകയാണ്. വാപ്പാരുടെ സ്ഥാനം കുറച്ച് കളയല്ല. ഞാൻ വാപ്പയാണ് എന്ന് പറയുന്നതും ഞാൻ ഉമ്മയാണെന്ന് പറയുന്നതും രണ്ടിനും അർത്ഥവ്യത്യാസമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ മോനാണെന്നൊരു ഉമ്മ പറയുന്ന വേദന, ആ ഉമ്മയുടെ ശരീരമാണ് ആ കുഞ്ഞ് അല്ലേ, ആ ഉമ്മയുടെ ഉദരത്തിലാണ് ആ കുഞ്ഞ്. അവിടെ ഉമ്മക്ക് ഛർദിയാണ്, കാലിന് ഞരമ്പ് വരിക്കോസ് വന്നിട്ടുണ്ട്, പിന്നെ കിടക്കാൻ പറ്റിയിട്ടില്ല, ഇഷ്ടിക വെച്ച് കാല് പൊക്കിയിട്ടാണ് ആ പെണ്ണ് കിടന്നുറങ്ങിയത്. ഉറക്കം വരാറില്ല, ഭക്ഷണം സ്മെല്ല് ചെയ്യുമ്പോഴേക്കും ഛർദിക്കുകയാണ്. ചില ആളുകൾ അങ്ങനെയാണ്. അങ്ങനെ ഒരു ഡോക്ടർ, ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി വരിക എന്ന് പറഞ്ഞാൽ എത്ര ടെൻഷനാണ്. നാളെ ഡോക്ടറെ കാണുന്നു, അവിടെ പോയി കുറേ ഇരിക്കണം, കുറേ ടെസ്റ്റ്, അങ്ങോട്ട് ഇങ്ങോട്ട്, കുറേ ചൂടെടുക്കുന്നു, വിയർക്കുന്നു, ഡോക്ടറെ കാണാൻ കിട്ടൂല, കുറേ കാത്തിരിക്കുന്നു, കുറേ വിശക്കണം, എന്തൊക്കെ പ്രയാസമുണ്ട് പോയി വരാൻ. അങ്ങനെ എത്ര തവണ പോയി വരണം, എങ്ങനെയൊക്കെ വിഷമിക്കണം. എന്നിട്ട് ആ പ്രസവം നടക്കുന്ന സമയം അല്ലാഹുവേ, പുണ്യ നബി ഞങ്ങൾ അതുകൊണ്ടാ, ആരോടാ ഞാൻ നബിയെ ഏറ്റവും നന്നായി പെരുമാറേണ്ടത്? ഉമ്മുക, നിന്റെ ഉമ്മയോടാണ് ഏറ്റവും നല്ല പെരുമാറ്റം. ജീവിതത്തിൽ നിങ്ങൾ ആരോടൊക്കെ ഏറ്റവും നന്നായി പെരുമാറുന്നുണ്ടോ? ഒരുപക്ഷെ നിങ്ങളുടെ മാനേജറോട്, നിങ്ങളുടെ ജോബ് തന്ന എംപ്ലോയറോട്, നിങ്ങളുടെ ടീച്ചറോട്, അധ്യാപകനോട്, ഗുരുനാഥനോട്, തങ്ങളോട്, സയ്യിദിനോട്
ഒക്കെ നമ്മൾ നന്നായിട്ട് പെരുമാറും അല്ലേ? ഇതിലേറെ നന്നായി പെരുമാറേണ്ട ഒരാൾ ആര്? നിങ്ങളുടെ ഉമ്മ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ ഉമ്മ അതിനും മീതയാണ്. അപ്പൊ ചോദിച്ചു നബിയെ, അത് കഴിഞ്ഞാൽ പിന്നെ ആരാ? ഉമ്മുക, നിന്റെ ഉമ്മ തന്നെ രണ്ടാമതും നിന്റെ ഉമ്മ. പിന്നെ ആരാ നബി? ഉമ്മുക, നിന്റെ ഉമ്മ തന്നെ, നിന്റെ ഉമ്മ തന്നെ 3 തവണ. പിന്നെ ആരാ നബിയെ? അബൂക്ക്, നിന്റെ പിതാവെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ താലോലിച്ച് ഗർഭം ചുമന്ന്, അത് മാത്രോ, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ 2-3 കൊല്ലം ആ ഉമ്മമാർക്ക് നല്ലൊരു വസ്ത്രമിട്ട് നടക്കാൻ സമയമല്ല, പറ്റില്ല. ഈ കുഞ്ഞിനെ നോക്കണം. ആ മക്കൾക്ക് വേണ്ടിയുള്ള ത്യാഗം, അവർക്ക് വേണ്ടിയുള്ള ഉറക്കൊഴിക്കല്. അല്ലാഹുവേ, അല്ലാഹുവേ, നമ്മുടെ ഉമ്മമാർ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗം റബ്ബേ, അവർ ചെയ്യുന്ന സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാഹ്. ആ ഉമ്മമാരുടെ റഹ്മത്ത് നമുക്ക് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ നമ്മളൊന്നും ഈ ചെയറിൽ ഇങ്ങനെ ഇരിക്കാൻ പോലും ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. പടച്ചവനെ, ഞാനൊരു കുഞ്ഞായിരുന്നപ്പോൾ എന്നെ പോറ്റി വളർത്തിയിരുന്ന പോലെ എൻ്റെ മാതാപിതാക്കളോട് റഹ്മത്ത് കാണിക്കണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ടാ പെൺകുട്ടികളെ പ്രായപൂർത്തിയായി, +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ തുടങ്ങി ഒന്ന് കാമുകൻ്റെ കൂടെ ഓടാം എന്നൊക്കെ നോക്കുമ്പോഴേ ഒന്ന് ആലോചിക്കുക, ഒരു കാമുകൻ നിന്റെ ഉമ്മ നിന്നെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ കഴിയൂല. Believe me, you can trust me. No one can love you the way your mom can love. ആർക്കും ചെയ്യാൻ പറ്റൂല. നിങ്ങളുടെ ഉമ്മയെപ്പോലെ ആർക്കും നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു ഉമ്മയെ വേദനിപ്പിച്ചിട്ട് ഈ പരിപാടിക്ക് നടക്കല്ലേ, നിന്റെ പിതാവിനെ വേദനിപ്പിച്ച് നടക്കല്ലേ. ഖുർആനിൽ വാപ്പയെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞ് വാപ്പയുടെ വശങ്ങൾ ഖുർആൻ പറഞ്ഞില്ല. അത് ബഹുമാനിക്കേണ്ടെന്നല്ല പറഞ്ഞത്. കാരണം വാപ്പയെ നമ്മൾ കാണുന്നുണ്ട്. വാപ്പയാണ് ഭക്ഷണം തരുന്നത്, വാപ്പയാണ് ജോലിക്ക് പോകുന്നത്, വാപ്പയാണ് ആശുപത്രിയിൽ പേ ചെയ്യുന്നത്, ഉപ്പയാണ് കൈപിടിച്ച് നടത്തുന്നത്. ഇതൊക്കെ ഉപ്പ ചെയ്യുന്ന സേവനമാണ്. പക്ഷെ ജനിച്ച നമ്മള് ഉപ്പ ഇങ്ങനെ അധ്വാനിക്കാൻ പോകുന്നത് കണ്ടിട്ടുണ്ട്. ഉമ്മപ്പം എന്തേ ഉപ്പ കൊണ്ടുവരുന്നത് വെച്ചുണ്ടാക്കി തരുന്നല്ലേ ഉള്ളൂ എന്നേ നമ്മൾ ഉമ്മയെക്കുറിച്ച് കണ്ടുള്ളൂ. അപ്പോഴാണ് അല്ലാഹു ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, നിന്റെ ഉമ്മ കഷ്ടപ്പാടിലൂടെ ചുമന്നുകൊണ്ടാണ് നിന്നെ പ്രസവിച്ചത് കേട്ടോ എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തിയതാ. വാപ്പയുടെ കഷ്ടപ്പാട് നമ്മൾ കാണുന്നുണ്ട്, വാപ്പ കഠിനാധ്വാനം ചെയ്യുന്നത്. ഉമ്മയുടെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അല്ലാഹു ഇത് പറഞ്ഞു തന്നു. സുബ്ഹാനല്ലാഹ്. ഹബീബായ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഉപ്പയാണ്. ഹബീബായ നബി തങ്ങൾ ഒരു മുറബ്ബിയാണ്, കുടുംബനാഥനാണ്. മക്കളോട് ഉമ്മ എൻ്റെ മോനാണെന്ന് പറയുന്നതോട് അതിനോളം ത്യാഗം ഒരു ഉപ്പാക്കില്ലെങ്കിലും ഉപ്പയുടെയും ഉമ്മയുടെയും മനസ്സിൽ മക്കൾ എന്ന് പറയുന്നത് ഒരു വികാരമാണ്, ഒരു സന്തോഷമാണ്. അള്ളാഹു നമ്മുടെ ദമ്പതികളിൽ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് അള്ളാഹുവേ കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ അല്ലാഹ്. നീ തന്ന മക്കളെ അള്ളാഹുവേ കൺകുളിർമയുള്ള സ്വാലിഹീങ്ങളായ മക്കളാക്കി നൽകണമേ അല്ലാഹ്. ഹബീബായ നബി തങ്ങൾ പിഞ്ചുമോൻ ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന കുഞ്ഞ് മരണത്തിന്റെ വേദന അനുഭവിക്കുമ്പോൾ ആ കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്നു. ഫഹമലഹു, കുഞ്ഞിനെ നബി തങ്ങൾ കൈകളിലെടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് കുഞ്ഞിനെ കിട്ടിയാലും തങ്ങൾ എടുക്കുമായിരുന്നു സ്വല്ലല്ലാഹു. അത് പിന്നെ കുപ്പായത്തെ ചളിയാവൂലേ, കുട്ടി മൂത്രമൊഴിക്കൂലേ, അതൊന്നും ചിന്തിക്കരുത്. അതൊരു സ്നേഹമാണ്. അവിടെ ഇങ്ങനെ ശ്വാസം പിടിച്ച് നിൽക്കരുത്. ചെറിയ കുട്ടികളെ കണ്ട അങ്ങ് എടുക്കുക തന്നെ. ആ മക്കളോടുള്ള സ്നേഹം കാണിക്കണം എന്നാ. ഒരു കുഞ്ഞിനെ തങ്ങളെടുത്തോ, കുഞ്ഞങ്ങ് മൂത്രമൊഴിച്ചു. അപ്പൊ ആ കുഞ്ഞിന്റെ ഉപ്പാക്ക് ഭയങ്കര വിഷമായി. നബിയെ കുഞ്ഞിനെ തന്നക്കി എന്ന് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു കുട്ടി മൂത്രമൊഴിച്ച് കഴിഞ്ഞോട്ടെ, കുഴപ്പമില്ല. അവിടെ തന്നെ പിടിച്ചു നിന്നു. ആ കുട്ടി ശരിക്കും മൂത്രമൊഴിച്ചു കഴിഞ്ഞു. എന്നിട്ട് കുട്ടിയെ കൊടുത്ത് തങ്ങൾ വസ്ത്രം പോയി കഴുകി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരെ മറിച്ച് എൻ്റെ കുട്ടി ഇതാ മൂത്രമൊഴിച്ചു. വലിയ വസ്വാസമുള്ളവരുണ്ടാവും. റബ്ബേ കുട്ടി ഉണ്ടെങ്കിൽ ആ പൊരവിനെ നിസ്കരിക്കുന്നല്ല. എന്താ ചെയ്യാ വസ്വാസം. ദിജ്ല നദിയിൽ മുങ്ങിക്കുളിച്ചിട്ട് അബൂബക്കർ ബാഖില്ലാനി തങ്ങളോട് വന്നിട്ട് ഒരാൾ പറയാ, പൊന്നാര ശൈഖ് അവറുകളെ, ഈ നദിയിൽ കുളിച്ചിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ബോഡി നനഞ്ഞിട്ടില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. വസ്വാസാണ്, നിങ്ങൾക്ക് നിസ്കാരം നിർബന്ധമല്ല എന്ന് പറഞ്ഞു. ഇത് ഭ്രാന്തന്മാരല്ലേ പറയുള്ളൂ. ഇങ്ങനെ ഭ്രാന്തന്മാർക്ക് നിസ്കാരമില്ലല്ലോ, നിങ്ങൾ നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടി വസ്വാസ കാണിക്കുക. ഇവിടെ മൂത്രമൊഴിച്ചിട്ടുണ്ടാവോ, ആ കുട്ടിയിലെ നടന്നു പോയിട്ടുണ്ടാവോ, നിങ്ങൾ കണ്ടോ, അവിടെ നജസുണ്ടോ, നജസിന്റെ ഐന് നിങ്ങൾ കാണുന്നുണ്ടോ, അതിന്റെ അഥർ കാണുന്നുണ്ടോ, എന്നിലത് വൃത്തിയാക്കിയിട്ടേ നിസ്കരിക്കാൻ പാടുള്ളൂ.
ഉണ്ടാവില്ല. ഒരു നായങ്ങാൻ ഇതിൻ്റെ വരാന്തി കൂടെ നടന്നു പോയിട്ടുണ്ടാവും, എന്നിട്ട് മുറ്റം മുഴുവൻ മൊട്ടടിച്ച് കഴുകുക. ഇതിനൊക്കെ പിരാന്ത് എന്നല്ലാണ്ട് എന്താ പറയുക? പുണ്യനബി തങ്ങൾ ഒരു കുഞ്ഞിനെയും അങ്ങനെ വെറുപ്പോടെ കണ്ടിട്ടില്ല. തങ്ങൾ എപ്പോഴും മക്കളെ എടുക്കും, കൈകളിൽ വാരിയെടുക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂത്രമൊഴിച്ചെന്ന് വിചാരിച്ചിട്ട് എന്താ? പമ്പേഴ്സൊക്കെ ഇപ്പോഴല്ല, പമ്പേഴ്സ് ഡയാപ്പർ എന്നാ പറയല്ലേ. പമ്പേഴ്സ് കമ്പനിക്കാർക്ക് വലിയ കിട്ടല, പണ്ട് കോൾഗറ്റ് പറഞ്ഞ പോലെ. ഡയാപ്പർ ഇപ്പം നമ്മൾ ഇപ്പോഴല്ല ഇട്ടുകൊടുക്കാൻ തുടങ്ങിയത് കുട്ടികൾക്ക്. മുമ്പൊന്നും അതില്ലല്ലോ. അന്ന് അമ്മായിമാരൊക്കെ സമ്മതിക്കൂല, അത് ഭയങ്കര ചൂടാ, കേടാ കുട്ടിക്കെന്ന് പറഞ്ഞ് കൊടുക്കാൻ വിടൂല. പണ്ട് മിക്സിയിൽ അരക്കാൻ വിടാത്ത ഉമ്മാരൊക്കെ ഉണ്ടായിരുന്നൊരു കാലത്ത്. എത്ര വലിയ പൗരത്വമൊന്നും ആയിട്ടില്ല, കല്ലുമ്മ പോയി വരച്ചാൽ മതി. ഇപ്പോൾ അതൊക്കെ ശീലമായി, ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു അല്ലേ? അപ്പോൾ കുറേ കൂടെ വൃത്തി കൂടുതലുള്ള സമയമാണ് ഇപ്പോൾ. മക്കളെ എടുക്കണം, തങ്ങളുടെ ഒരു ചര്യയാണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഹമലഹു, അവിടുത്തെ പുണ്യമോനെ നബി തങ്ങൾ കൈകളിലെടുത്തു. വശമ്മഹു, ആ കുഞ്ഞിനെ നബി തങ്ങൾ മുത്തിമണത്തു. വഖബ്ബലഹു, ആ കുഞ്ഞിനെ നബി തങ്ങൾ ചുംബിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണം, ഒരു പിഞ്ചു പൈതലിനെ, അത് ഹബീബിന്റെ മോനാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കൈകളെടുത്ത മോന് ഇങ്ങനെ മരണത്തിന്റെ വെപ്രാള വിഷമങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നെഞ്ചിലേക്ക് കുഞ്ഞിനെ ചേർത്ത് വെച്ചുകൊണ്ട് കരഞ്ഞു. നബി തങ്ങളുടെ കണ്ണുകൾ നനഞ്ഞു. ഹബീബായ നബി തങ്ങളും കരഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുഞ്ഞിന്റെ മരണം കാണാൻ പറ്റുന്നില്ല, നബി തങ്ങൾക്ക് വിഷമമായി. സ്വഹാബികൾക്ക് അത്ഭുതമായി. വഖാലു, അവർ ചോദിച്ചു, ഹാദാ വഅൻത റസൂലുള്ളാഹ്, നബിയേ അങ്ങ് അല്ലാഹുവിന്റെ ദൂതരല്ലയോ? അങ്ങനത്തെ അങ്ങ് ഇങ്ങനെ ചെയ്യുകയോ, അങ്ങ് കരയുകയോ, അങ്ങ് കരയുകയോ, അങ്ങ് കണ്ണുനീര് പൊഴിക്കുകയോ, അങ്ങ് റസൂലല്ലേ? ഹാദാ അൻത യാ റസൂലല്ലാഹി തബ്കി, അങ്ങ് റസൂലല്ലയോ, അങ്ങ് കരയുകയാണോ നബിയേ എന്ന് പുണ്യ നബിയോട് പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ കൊടുത്ത മറുപടി, അലാ തസ്മഊൻ, നിങ്ങൾ കേൾക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു തരാം. ഈ കരച്ചിലിന് വിരോധമില്ല, ഈ സങ്കടപ്പെടുന്നതിന് ഒരു കുഴപ്പവുമില്ല, ഈ കണ്ണിന്ന് വരുന്ന കണ്ണുനീരുകൾക്ക് വിഷമമില്ല. തങ്ങൾ നോക്കണേ, എപ്പോഴും ഇർഷാദ് ചെയ്യുകയാണ്, ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുകയാണ്. അതൊരു വിഷമമുള്ള സമയം, അവിടെ പോയി തിരുത്തി കൊടുക്കാതെ പിന്നെ പറഞ്ഞു കൊടുത്താൽ മതി, തങ്ങൾക്ക് അങ്ങനെ തീരുമാനിക്കാം. അപ്പോഴേ തങ്ങൾ ഇടപെട്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഹബീബിന്റെ പ്രത്യേകതയാണ്. ഇന്നല്ലാഹ ലാ യുഅദ്ദിബു ബിദംഇൽ ഐൻ, കണ്ണിന്റെ കണ്ണുനീര് കൊണ്ട് അല്ലാഹു ആരെയും ശിക്ഷിക്കുകയില്ല. കണ്ണിന്റെ കണ്ണുനീര് സങ്കടപ്പെടുന്നത് സ്വാഭാവികമാണ്. നമ്മൾ വിഷമിച്ച് കരയും, കണ്ണുനീര് വരും. ആ കണ്ണുനീര് കൊണ്ട് അല്ലാഹു ആരെയും ശിക്ഷിക്കുകയില്ല. വലാ ബിഹുസ്നിൽ ഖൽബ്, ഹൃദയത്തിന്റെ സങ്കടം കൊണ്ടും അല്ലാഹു ആരെയും ശിക്ഷിക്കുകയില്ല. മനുഷ്യനല്ലയോ, സങ്കടം വരും. ഹൃദയം ലോലമായ ആളുകൾക്ക് പെട്ടെന്ന് കരച്ചിൽ വരും. അതൊന്നൊരു കുഴപ്പമില്ല. മനസ്സ് ശുദ്ധമായതിൻ്റെ അടയാളമാണ്, തെളിമയാർന്ന മനസ്സിന്റെ ഉടമയാണെന്നതിൻ്റെ അടയാളമാണ്. കടുത്ത ഹൃദയമുള്ളവർക്ക് കരയാൻ പ്രയാസം, കരയാൻ കഴിയില്ല. നേർത്ത ഹൃദയമുള്ളവർ പെട്ടെന്ന് കരയും. ഒരു കാര്യം പറയുമ്പോഴേക്കും കരഞ്ഞു പോകും, സങ്കടം വരും, മനസ്സിന് ദുഃഖം വരും. വലാകിൻ യുഅദ്ദിബു ബിഹാദാ ഔ യർഹമു, എന്നാൽ അല്ലാഹു ശിക്ഷിക്കുന്നത് ഇതുകൊണ്ടാണ് എന്ന് പറഞ്ഞു നാവിലേക്ക് വിരൽ ചൂണ്ടി നബി തങ്ങൾ. ഈ നാവ് കൊണ്ട് പറയുന്നതിനാണ് അല്ലാഹു ശിക്ഷയും രക്ഷയും നൽകുന്നത്. വഅശാറ ഇലാ ലിസാനിഹി, ഹബീബിന്റെ നാവിലേക്ക് നബി തങ്ങൾ കൈനീട്ടുകയുണ്ടായി. ഇന്നൽ ഖൽബ ലയഹ്സൻ വ ഇന്നൽ ഐന ലതദ്മ വലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബനാ വ ഇന്നാ ബിഫിറാഖിക യാ ഇബ്രാഹീം ലമഹ്സൂനൂൻ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞ വാക്കുകളാണ് ഇത്. ഇന്നൽ ഖൽബ ലയഹ്സൻ, ഹൃദയത്തിന് സങ്കടം വരും. അല്ലാഹുവിന്റെ ഒരു ഖളാ വന്നിരിക്കുകയാണ് ഇവിടെ, റബ്ബിന്റെ ഖളാ ആണ്. അവിടുന്ന് ഒരു ആൺകുട്ടിയും പ്രായപൂർത്തി പോട്ടെ 2 വയസ്സിനപ്പുറത്തേക്ക് അവിടുത്തെ ആൺകുട്ടികളിൽ ആരും സർവൈവ് ചെയ്തില്ല എന്നാണ് പണ്ഡിതരുടെ അഭിപ്രായം. പെൺകുട്ടികളൊക്കെ 4 പേരും കല്യാണം കഴിച്ചു പോയി, ആൺകുട്ടികളൊക്കെ ചെറിയ പ്രായത്തിൽ മരിച്ചു, കൊച്ചു പ്രായത്തിൽ മരണപ്പെട്ടു. എന്തുകൊണ്ടെന്നറിയോ? എങ്ങാനും തങ്ങൾക്ക് ശേഷം തങ്ങളുടെ മകൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ മകനിൽ പ്രവാചകത്വം ആരോപിക്കുവാനോ കെട്ടിവെക്കുവാനോ ആളുകൾ ആവേശത്തോടുകൂടെ മുന്നോട്ട് വരും.
തങ്ങളിലൂടെ അള്ളാഹു നുബുവത്തിനെ മുറിച്ചു കളഞ്ഞു. ഇനിയൊരു വേറെ നബിയില്ല, ലാ നബിയ്യ ബഅദി എന്ന അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പ്രഖ്യാപനത്തെ സാർത്ഥമാക്കാനാ തങ്ങൾക്ക് ആൺമക്കൾ ജീവിച്ചിരിപ്പില്ലാതെ പോയത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. പെൺകുട്ടികളെ ഉള്ളൂ. ഇന്നൽ ഐന ലതദ്മഅ ഇന്നൽ ഖൽബ ലയഹ്സൻ വഇന്നൽ ഐന ലതദ്മഅ വലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബനാ. കണ്ണുകൾക്ക് കരച്ചിൽ വരും, ഹൃദയത്തിന് തേങ്ങൽ വരും, എന്നാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നതേ നമ്മുടെ നാക്കുകൊണ്ട് പറയുകയുള്ളൂ. എന്ത് പറയരുത്? എന്താ പടച്ചോനെ നീ എന്നോട് മാത്രം ഇങ്ങനെ? എനിക്ക് ആകെ ഒരു കുഞ്ഞുണ്ടായത് 15 കൊല്ലം കഴിഞ്ഞിട്ട്. ഓരോ കൊല്ലവും പ്രസവിക്കുന്നതിന്റെ അയൽപക്കത്തെ പെണ്ണോൾക്ക് 12 മക്കളില്ലേ? അവരാർക്കൊരു കുഴപ്പമില്ലല്ലോ റബ്ബേ. 15 കൊല്ലം കാത്തിരുന്ന് ഒരുപാട് ചികിത്സ ചെയ്ത് കിട്ടിയ എന്റെ മോനെ തന്നെ നീ കൊണ്ടുപോയോ? അങ്ങനെയൊന്നും പറയല്ലിൻ. വലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബനാ. അല്ലാഹു ഇഷ്ടപ്പെടുന്നതേ പറയാവൂ. അതുകൊണ്ട് കണ്ണ് കരയുന്നതോ മനസ്സ് വേദനിക്കുന്നതോ ഒരു പ്രയാസമല്ല, അതൊരു അദാബോ ശിക്ഷയോ ഉള്ള വിഷയമല്ല. വഇന്നാ ബിഫിറാഖിക യാ ഇബ്രാഹീമു ലമഹ്സൂനൂൻ. ഇബ്രാഹിം എന്ന മോനെ, നിങ്ങളുടെ മരണത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും സങ്കടമുണ്ട് മോനെ. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഇന്നലഹു മുർളിഅൻ തുക്മിലു റളാഅഹു ഫിൽ ജന്ന. എന്റെ കുഞ്ഞ് മുലപ്പാല് കുടിച്ച് തീർന്നിട്ടില്ല, പ്രായമാകുമോ മരിച്ചുപോയി. എന്റെ കുഞ്ഞിന്റെ മുലപ്പാൽ ഇനി പൂർത്തിയാക്കാൻ സ്വർഗീയ സുന്ദരിയായൊരു ഉമ്മയെ അള്ളാഹു എന്റെ കുഞ്ഞിന് വെച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹബീബിനുണ്ടായ ഒരു മുസീബത്തിനെ തങ്ങൾ എങ്ങനെയാണ് നേരിട്ടത് എന്ന് മനസ്സിലാക്കാവുന്ന ഒരു ചെറിയ ഉദാഹരണം. ഈ മോന് മരണപ്പെട്ടപ്പോഴാണ് സൂര്യഗ്രഹണമുണ്ടായി അതേ ദിവസം. അപ്പൊ ആളുകൾ ഇങ്ങനെ പറഞ്ഞു, ഇത് ഉണ്ടാവാൻ കാരണം ഹബീബിന്റെ മോൻ വഫാത്തായതാണ് കാരണം. ഹബീബിന്റെ മോൻ വഫാത്തായതിന്റെ പേരിലാണ് സൂര്യൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എഴുന്നേറ്റ് വന്നു. ഞങ്ങൾക്ക് അവിടെ ഇരിക്കാം, അത് ദുഃഖമുള്ള ദിവസമാണ്, മനസ്സ് വേദനിക്കുന്ന ദിവസമാണ്. എന്നാലും ഹബീബായ തങ്ങൾ എഴുന്നേറ്റ് വന്നു, ജനങ്ങളോട് മുഴുവൻ പറഞ്ഞു, എല്ലാവരും വരിൻ. അങ്ങനെ നബി തങ്ങൾ മിമ്പറിൽ കയറുകയാണ്. എന്നിട്ട് മിമ്പറിൽ കയറിയിട്ട് ഖുതുബ നിർവഹിച്ചു. എന്താണ് കുസൂഫ് നിസ്കാരം എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇന്ന ശംസ വൽ ഖമർ ആയതാനി മിൻ ആയാതില്ലാഹ്. സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ 2 ദൃഷ്ടാന്തങ്ങളാണ്. പടച്ചതമ്പുരാൻ എന്ന സൃഷ്ടാവ് ലോകത്തിനുണ്ട് എന്ന് ഓരോ ദിവസവും നിങ്ങൾക്ക് രാവിലും പകലിലും വിളിച്ചു തരുന്ന, നിങ്ങളെ അറിയിച്ചു തരുന്ന ദൃഷ്ടാന്തമാണ്, മിറക്കിളാണ് സൂര്യനും ചന്ദ്രനും. ലാ യഖ്സിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതി. ഒരാളുടെ ജന്മമോ മരണമോ സംഭവിക്കുമ്പോഴല്ല സൂര്യഗ്രഹണം ഉണ്ടാകുന്നത്. അത് അല്ലാഹു നിശ്ചയിച്ചു വെച്ച ഭ്രമണപഥങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. അതൊരു കുഞ്ഞിന്റെ ജനനമോ മരണമോ അതിന് കാരണമല്ല. തങ്ങൾക്ക് ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇപ്പോൾ ഫേക്കായിട്ട് ഇങ്ങനെ അഭിമാനം ഉണ്ടാക്കുന്ന സാഹചര്യം കാണും. അങ്ങനെ ഒരാൾ ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പറയാം, കണ്ടില്ലേ എൻ്റെ കുട്ടി മരിച്ചപ്പോൾ ദാ സൂര്യഗ്രഹണം ഉണ്ടായി, എൻ്റെ കുട്ടി ആരാങ്ങൾക്ക് മനസ്സിലായോ എന്ന് സാധ്യതയേറിയ ഒരു സാഹചര്യം. പുണ്യനിബിതങ്ങൾ മഅദല്ലാഹ് വഹശാ ലില്ലാഹി അൻ യഖൂൽ. പുണ്യനിബിതങ്ങൾ അതൊന്നുമല്ലല്ലോ പറഞ്ഞത്. എൻ്റെ കുട്ടി ജനിച്ചത് കൊണ്ടോ മരിച്ചത് കൊണ്ടോ അല്ല സൂര്യഗ്രഹണം ഉണ്ടായത്, അത് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും വിചാരിച്ച് പറഞ്ഞു പോവേണ്ട, ഇത് റബ്ബിന്റെ ദൃഷ്ടാന്തമാണ്. അതുകൊണ്ട് നമുക്ക് കുസൂഫിന്റെ നിസ്കാരം നിർവഹിക്കണം. സൂര്യഗ്രഹണത്തിന്റെ നിസ്കാരം അതാണ് കുസൂഫ്. ചന്ദ്രഗ്രഹണത്തിന്റെ നിസ്കാരത്തിന് ഖുസൂഫ് എന്ന് പറയും. കുസൂഫിന്റെ നിസ്കാരം നിർവഹിക്കണം എന്ന് പറഞ്ഞ് സ്വഹാബത്തിന്റെ കൂടെ നിസ്കാരം നിർവഹിക്കുന്ന പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതോ ഇബ്രാഹിം എന്ന പൊന്നുമോൻ വഫാത്തായ അതേ ദിവസം. ഇബാദത്തിന് മുടക്കം വരരുത്. കല്യാണത്തിന് നിസ്കരിക്കാതെ ഉദയാപ്പിളിയും പുതിയനാണെങ്കിൽ പിന്നെ എങ്ങനെ ആ കുടുംബത്തിൽ ബർക്കത്തുണ്ടാവുക? ആ കുടുംബ ജീവിതത്തിൽ ബാറക്കല്ലാഹു ലക്കുമാ വ ബാറക അലൈക്കുമാ വ ജമഅ ബൈനക്കുമാ, ഇതൊക്കെ ദുആർക്കാണ്. രണ്ടാൾക്കും നിസ്കരിക്കേണ്ട നേരാ. പുരുഷന് ഇപ്പം എന്തായാലും നിസ്കരിക്കണം. ഞോൾക്ക് നിസ്കരിക്കേണ്ട സമയമാണെങ്കിൽ ഒരു നിസ്കാരമില്ല. അല്ല വർക്കത്ത് ചെയ്യട്ടെ ബാറക്കല്ലാഹു ലക്കുമാ എന്ന് പറഞ്ഞ് അവിടെ ഗ്രീറ്റിങ്സ് ഒക്കെ കൊടുത്തിട്ട് എന്ത് കാര്യം? എങ്ങനെ ബർക്കത്തുണ്ടാവുക? ഒരു വീട്ടിൽ മരണം സംഭവിച്ചാൽ നിസ്കരിക്കണം. കല്യാണത്തിന് നിസ്കരിക്കണം. തക്കാരാണ് നിസ്കരിക്കണം. റൂഹ് ബോധം ദേഹത്തുള്ള സമയത്തോളം നിസ്കാരം നിർബന്ധമാണ്. പെണ്ണുങ്ങൾക്ക് പിന്നെ അവർക്ക്
അവരുടെ ആ മഅദൂറായ സമയം ഒഴികെ. ആ ദിവസം പുണ്യനബി എക്സ്ട്രാ നിസ്കാരം, കുസൂഫ് നിസ്കാരം. മോൻ മരിച്ച ദിവസമാണത്. കല്യാണത്തിന് പോകുമ്പോൾ എന്താ നിസ്കരിക്കാന്ന് പറയാം, മേക്കപ്പ് പോകുമെന്നുള്ള പേടി കൊണ്ടാണ് പെണ്ണുങ്ങൾ അധികം നിസ്കരിക്കാത്തത്. മഅദല്ലാഹ്, പടച്ചോനെ, മേക്കപ്പ് പോകും. എന്തിനാ ഈ ഫേക്ക് പരിപാടി? ആ ഒറിജിനൽ പോലെ എന്നാ പോരെ. ആരെയാ നമ്മൾ കബളിപ്പിക്കും? ഇനി കണ്ട ഓളെ കോലം കണ്ട് ഇന്നലത്തെ ഫോട്ടോ ഞാൻ കാണിച്ചു തരട്ടോ, ഇതാ ഉള്ളതെന്ന് പറഞ്ഞാൽ തീർന്നു. പിന്നെ എന്തിനാ നിങ്ങളെ അപമാനപ്പെടാൻ നിൽക്കേണ്ട കാര്യം? ആ ഉള്ളതുപോലെ വൃത്തിയിലും നല്ല വെടിപ്പിലും നടന്നാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സൗന്ദര്യം. എന്നിട്ട് ഇതിൻ്റെ പേരിൽ ഒളു കൊടുക്കാൻ പേടി, മുഖം നനക്കണ്ടേ? അപ്പോൾ കേടുവരൂലേ? ചിലർക്ക് പിന്നിങ്ങനെ കുറേ കുത്താനുണ്ട്, അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് നിസ്കരിക്കും. ളുഹറും കള്ളാഹ്, അസറും കള്ളാഹ്, മഗ്രിബും കള്ളാഹ്, എന്ത് പിന്നു കുത്താം. കള്ളാൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ എന്ത് നിസ്കരിക്കാത്തത്? എൻ്റെ മുടിപ്പിന്ന്. ആലോചിച്ച് നോക്കി, എന്തായിരിക്കും അതിൻ്റെയൊക്കെ മറുപടി? അള്ളാഹിൻ്റെ മലക്കുകളുടെ അടുത്ത് കിട്ടൂലേ അടി? മുടിപ്പിന്ന് പേടിച്ചിട്ട് അള്ളാഹ്ക്ക് ചെയ്യേണ്ട ഒരു ഇബാദത്ത് ചെയ്യാതിരുന്നു. അത് കുത്തണ്ടേ, മഫ്ത കുത്തണ്ടേ, കുത്തരാത്തവരെ കാര്യം പറയും വേണ്ട. ഇങ്ങനത്തെ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ ഇബാദത്ത് നഷ്ടപ്പെടുമ്പോൾ പുണ്യനിബിതങ്ങൾ ഒരു മുസീബത്ത് വന്ന നേരത്ത്, അള്ളാഹുവിൻ്റെ ഒരു അള്ളാഹുവിൻ്റെ ഒരു ഇബ്തിലാ സംഭവിച്ച നേരത്ത് എക്സ്ട്രാ നിസ്കാരം, കുസൂഫിൻ്റെ സുന്നത്ത് നിസ്കാരം ജമാഅത്തായി പുണ്യനിബിതങ്ങൾ നിർവഹിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹബീബായ നിബിതങ്ങളുടെ ഈ മനസ്സിനുള്ളിൽ നിന്ന് വന്ന ആ ഒരു പ്രാർത്ഥന, ഹബീബായ നിബിതങ്ങൾ പഠിപ്പിച്ചു തന്ന ആ ഒരു ആശയം, ഇന്നൽ ഖൽബ ലയഹ്സൻ, ഹൃദയത്തിന് സങ്കടം വരും. തങ്ങൾ അവിടെ ഒരു വാക്ക് പറഞ്ഞു, ഇത് കരുണയാണ് സഅദേ. തങ്ങളുടെ മറ്റൊരു മോൻ വഫാത്താകുമ്പോ സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ അങ്ങ് കരയുകയാണോ? സഅദേ ഇന്നമാ ഹിയ റഹ്മത്തുൻ ജഅലഹ അല്ലാഹു ഫീ ഖുലൂബി ഇബാദിഹി ഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹി റുഹമാ. സഅദേ, ഇത് അല്ലാഹു മനുഷ്യരുടെ ഹൃദയത്തിൽ അല്ലാഹു ഇട്ടുകൊടുത്ത കരുണയാണ്. സഅദേ, ഞാൻ ഈ കരയുന്നത് കരുണയാണ്, റഹ്മത്താണ്. അല്ലാഹുവിൻ്റെ അടിമകളിൽ റഹ്മത്ത് ചെയ്യുന്നവരോടെ അല്ലാഹുവിൻ്റെ റഹ്മത്തുണ്ടാകൂ. ഇത് അല്ലാഹു എൻ്റെ ഖൽബിൽ തന്ന റഹ്മത്താണ്. ഹബീബിന്റെ മുമ്പിൽ വന്ന് ഹബീബിൽ നിന്ന് ദർസ് പഠിക്കാൻ വേണ്ടി വന്നപ്പോ ഹസൻ ഹുസൈൻ എന്ന് പറയുന്ന നബി തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടികള്, ഫാത്തിമ ബിവിയുടെ മക്കള് രണ്ടുപേരിങ്ങനെ ഓടിക്കളിച്ച് ഹബീബിന്റെ ദേഹത്ത് വന്ന് കയറുന്നു, മറിയുന്നു. ആ മക്കളെ നബി തങ്ങൾ എടുത്ത് ഉമ്മ വെക്കുന്നു. ഇങ്ങനെ ഉമ്മ വെച്ച് ആ മക്കളോട് നബി തങ്ങൾ താലോലം സ്നേഹം കാണിക്കുമ്പോൾ അഖ്റഅ ഇബ്നു ഹാബിസ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മലയോരങ്ങളിൽ താമസിക്കുന്ന ഒരു ബദുവായിരുന്ന മഹാനവറുകൾ തങ്ങളോട് പറഞ്ഞു, നബിയേ ഇന്നലി അശ്റതം മിനൽ വലദ്, ഞാൻ പറഞ്ഞോട്ടെ നബിയേ, 10 മക്കളുണ്ട് നബിയേ, എനിക്ക് 10 മക്കളുണ്ട്. ഒരൊറ്റ കുഞ്ഞിനെ പോലും ഞാൻ ഇങ്ങനെ ഉമ്മ വെച്ചിട്ടില്ല നബിയേ. തങ്ങൾ എന്താ പറഞ്ഞതെന്നറിയോ? അഖ്റഅ ഇബ്നു ഹാബിസേ അവ അംലികു അൻ നസഅ അല്ലാഹു മിൻ ഖൽബിക റഹ്മ, അല്ലാഹു നിങ്ങളുടെ ഖൽബിൽ നിന്ന് റഹ്മത്ത് എടുത്തു കളഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്തു തരാൻ പറ്റും? നിങ്ങളുടെ ഖൽബിൽ നിന്ന് അല്ലാഹു റഹ്മത്ത്, കാരുണ്യം എടുത്തു കളഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ, ആ മക്കളെ ഉമ്മ വെക്കുന്നത് പോലും അല്ലാഹു ചെയ്തു വെച്ചത് റഹ്മത്തിന്റെ ഭാഗമാണ്. ആ ഒരു റഹ്മത്ത് അല്ലാഹു നമ്മുടെ ഖൽബുകളിൽ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. من سره أن يبسط له في رزقه وينسأ له في أثره فليصل رحمه. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, ജീവിതം അല്ലാഹുവിന്റെ ഖളാഉം ഖദറും മാത്രമാണ്. ആയുസ് പടച്ചതമ്പുരാൻ കണക്കാക്കിയ ആയുസ് എത്തുമ്പോൾ മാത്രമാണ് നമ്മൾ മരിക്കുന്നത്. രോഗം അതിന് കാരണമാവാം, അല്ലാതിരിക്കാം. അള്ളാഹു നിശ്ചയിച്ച സമയമെത്തുമ്പോൾ രോഗമില്ലെങ്കിലും മരണം സംഭവിക്കും. പെട്ടെന്ന് മരിക്കുന്നില്ലേ? ആക്സിഡന്റ് ആവുന്നില്ലേ? എന്തെങ്കിലും ദേഹത്ത് വന്ന് വീഴുന്നില്ലേ? ആയുസ് അള്ളാഹുവിന്റെ മാത്രം ഒരു തീരുമാനമാണ്. നമ്മുടെ വലിയൊരു ടെൻഷൻ, മുസീബത്ത് കഴിഞ്ഞാൽ പിന്നെ റബ്ബേ എനിക്ക് ആയുസ് ഉണ്ടാവുമോ, ഞാൻ എത്ര കാലം ജീവിക്കുക, ഞാൻ എന്നായിരിക്കും മരിക്കുക? ആ മരിക്കുന്ന ഡേറ്റ് അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നാൽ ആ ഡേറ്റിൽ 10 കൊല്ലം മുമ്പേ നമ്മൾ മരിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. ആലോചിച്ചിട്ട്
അള്ളാഹു അത് അറിയിച്ചു തന്നില്ല, മാക്സിമം പോയിക്കോട്ടെ. പെട്രോൾ തീരാനായിക്കണമെന്ന് ഇങ്ങനെ തോന്നിയാലേ ടാങ്ക് ഇങ്ങനെ കാണിച്ചു തുടങ്ങിയാൽ വലിയ വിഷമമാണ്. പമ്പില്ലെങ്കിൽ അപ്പോൾ പെട്രോൾ പമ്പിൻ്റെ മുതലാളി ഇവിടെ ഇരിക്കുന്നുണ്ട്, മാഷാ അല്ലാഹ്. അപ്പോൾ ഇനി എവിടെ റബ്ബേ ഒരു പെട്രോൾ പമ്പ് കിട്ടുക? ഇനി എന്നാ ഈ വണ്ടി അവിടെ എത്തുമോ ഇല്ലേ? അപ്പോഴേക്കും ബ്രേക്ക് അവിടെ അങ്ങ് സ്റ്റക്കായി പോകുമോ? മീറ്റർ തന്നെ ഇല്ലെങ്കിൽ അങ്ങനെ പോകും ചിലപ്പോൾ. ഇല്ലെങ്കിൽ ഭയങ്കര പേടിയായിരിക്കും. ഇനിയിപ്പോൾ എപ്പോഴാകട്ടെ, വലിയ വലിയ ദീർഘദൂരങ്ങളാണെങ്കിൽ പ്രത്യേകിച്ച് പറയും വേണ്ട. അള്ളാഹു ആ ഒരു സമയം മറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ വലിയൊരു ടെൻഷൻ വരുന്ന ഭാഗം അതാണ്. ആയുസ്സുണ്ടാവോ ഇല്ലയോ?